ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗ്സ് ഒക്കെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി. അപ്പം കുറച്ച് ദിവസമായി ഞാനിത് എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ലോങ് വീഡിയോസൊക്കെ ഇടാത്തത് കൊണ്ടും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടി കേട്ടോ. പിന്നെ ഇടയ്ക്ക് സമയമില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനും ഒക്കെ, അതുകൊണ്ടൊക്കെ അങ്ങ് വിട്ടുപോയിരുന്നേ. അപ്പോൾ നമുക്കെല്ലാം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ് ലോങ് വീഡിയോസൊക്കെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അകത്ത് കുക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ആകമൊക്കെ ഒന്ന് തൂത്ത് വെളിയിൽ ഇറക്കിയിട്ട് പിന്നെ മുറ്റമൊക്കെ തൂത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് തുടക്കത്തിൽ കണ്ടത്, മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അകത്ത് വെളിയിലൊക്കെ തൂത്തിട്ട് ദേ വന്നു. അപ്പോൾ രാവിലത്തേക്ക് പുട്ടും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഞാനിങ്ങനെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. കേശപ്പന് അങ്ങനെ പുട്ടൊന്നും കൊടുത്ത് വിടാറില്ല. പക്ഷേ ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു കേട്ടോ പുട്ട് വേണമെന്നൊക്കെ. പുട്ട് ഉരുളക്കിഴങ്ങ് കറിയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ അതൊക്കെ ആക്കിക്കൊണ്ടിരിക്കും. ഞാനപ്പോൾ കാപ്പി ഇട്ട് വെച്ചിട്ട് ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. ഒരു ഗ്ലാസ് കുടിച്ചിട്ടാണ് ഞാൻ വെളിയിലൊക്കെ പോയതൊക്കെ. എന്നിട്ട് വീണ്ടും കയറി വന്ന് ബാക്കിയും കൂടെ കുടിച്ചു. അപ്പോൾ അതേ പുട്ടൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ ലഞ്ച് ബോക്സിനകത്തൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയത്തില്ല കേട്ടോ. ഈ ചോറ് കൊണ്ടുപോയിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ച അങ്ങനെ ഈ ചോറ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തെങ്കിലും ഉടായ്പൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇനി എന്താ വെച്ചാൽ ദോശ ഇഡലിയും ഒക്കെ 2 ദിവസം കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇനി 3-ാമത്തെ ദിവസം വേറെ എന്തെങ്കിലും വേണമല്ലോ. അതിന് അവൻ എടുത്ത ഒരു അടവാണോ പുട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. പക്ഷേ രാവിലെ ഇങ്ങോട്ട് ചോദിച്ച് പുട്ട് ഉരുളക്കിഴങ്ങ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് കഴിച്ചായിരുന്നേ. എന്തോ ഇനി സ്കൂളിൽ വല്ല പിള്ളേരും കൊണ്ടുവന്ന് കണ്ടുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കൊടുത്തൊക്കെ വിട്ടായിരുന്നു. അപ്പോൾ പുട്ട് ഉരുളക്കിഴങ്ങ് കറിയും പപ്പടവും ഒക്കെ ആക്കി വെച്ചു. പിന്നെ അകമൊക്കെ തൂത്തൊക്കെ ഇറക്കി. ഇനി വേണം കേശപ്പനെ പോയി വിളിച്ചുണർത്താൻ. ഇപ്പം ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എല്ലാം ആക്കിയൊക്കെ വെച്ചിട്ടാണ് കേശപ്പനെ വിളിച്ച് എണ്ണീപ്പിച്ച് കൊണ്ടുവന്ന് പല്ലേപ്പിച്ച് കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഫുഡുമൊക്കെ. പിന്നെ യൂണിഫോമൊക്കെ ഇട്ടതിന് ശേഷമാണ് എപ്പോഴും കഴിക്കാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പോകാൻ ഇറങ്ങാൻ സമയം ആകുമ്പോഴത്തേക്കിനെ ഈ ഒരു കിറ്റിനകത്ത് ഇതൊക്കെ എടുത്ത് വെക്കാറുള്ളൂ. ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ലാസ്റ്റ് അങ്ങ് കെട്ടി വെക്കും. പിന്നെ മറക്കാറില്ല, ഇവിടെ ഇങ്ങനെ കാണുന്നിടത്തായി ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി താഴെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പോവാം പോവാം. 2-3 ദിവസം കഴിച്ചപ്പോൾ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല ചുമയൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇപ്പം പോകുമ്പോഴത്തേക്കിന് മാസ്കൊക്കെ വെച്ചാണ് വിടുന്നത്. 2-3 മാസ്കൊക്കെ വെച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാൻ പറയും ഇടയ്ക്കെടുത്ത് മാറ്റിയിട്ട് വേറെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിടും. പക്ഷേ വൈകിട്ട് വിളിക്കാൻ ചിലപ്പോൾ മാസ്ക് ഒന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴുണ്ട് മീനും വന്നു കേട്ടോ. അങ്ങനെ മീനും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മീൻ എന്തുവാ ഇവിടെ പറയുന്നത്, കണ്ണൻ പൊരിയാളയോ അങ്ങനെ എന്തോ ഒരു മീനാണ് ഇത് കേട്ടോ. അപ്പോൾ എത്ര 100 രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചതാണേ. അപ്പോൾ ഇങ്ങനെ മീൻ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് 3 മീൻ, അതിലെ 3 മീനിൻ്റെ കണ്ണ് 3 2 കണ്ണ് ചുമന്നിരിക്കുന്നു കേട്ടോ. ഇതേ കണ്ടോ ചുമന്നിരിക്കുന്നത്. മറ്റേത് ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ വെളുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ മീൻ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നെ ചായ ഇട്ടു. ഇപ്പോഴാട്ടോ ചായ ഇടുന്നത് കാപ്പി കുടിക്കാൻ നേരത്ത്. അപ്പോൾ ചായയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഇനി കാപ്പിയും കുടിച്ചിട്ട് വന്നൊക്കെ മീൻ വെട്ടാമെന്ന് വിചാരിച്ചു. മീനെ ആണെങ്കിൽ കറി വെക്കുന്നില്ല, വറക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇന്നലത്തെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്, വെട്ടിക്കഴിഞ്ഞാൽ നേരെ വറക്കാൻ വേണ്ടി എടുത്തങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേ ചായയും കൂടി ഇട്ടിട്ട് നേരെ ഇനി കാപ്പി കുടിക്കാൻ പോവാം കേട്ടോ. ഇങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇങ്ങനെ കേശപ്പൻ ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കുന്ന എന്താ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എനിക്കൊരു കാര്യം അവൻ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തിന്നുന്ന ആരും ചോദിച്ച് വാങ്ങിക്കുന്നത് ഭയങ്കര അത്ഭുതകരമായ കാര്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ചൂട് ചായയുടെ കൂടെ ഇതെല്ലാം കൂടി കഴിച്ചപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങയൊന്നും അരയ്ക്കാതെ ഒരു തീയൽ മാതിരി വെക്കുന്ന കേട്ടോ. നമ്മളിത് ദോശയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ടേ. എവിടെ പോണേ? ഞാനും വരുന്നു. ഇല്ല ഞാനും വരുന്നു. പറ്റത്തില്ല.
അപ്പോൾ ഇതിപ്പോൾ രാവിലെ രഘുചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയോ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനും വരുന്നെന്ന് പറഞ്ഞ കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ പാത്രം കഴുകാൻ പോയി. ഭയങ്കര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഞാൻ അടുക്കളയുടെ കതവും തുറന്നിട്ടിട്ടാണ് നിൽക്കുന്നത്. അടുക്കളയുടെ കതകൊക്കെ തുറന്നിടാൻ ഇവിടെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും രഘുചേട്ടനെ. അടുക്കളയുടെ കഥ ആയാലും ജനലൊക്കെ തുറന്നിട്ടാൽ എന്തെങ്കിലും ചൂട് സമയത്ത് കയറി വരും എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വഴക്ക് പറയും. പിന്നെ എനിക്കാണെങ്കിൽ അടുക്കളയുടെ കഥ ആയാലും അടുക്കളയിൽ നിൽക്കുമ്പോൾ തുറന്നിടും, ചൂടാണെങ്കിലും അല്ലെങ്കിലും. പിന്നെ ഈ ജനലും ഒക്കെ എനിക്ക് തുറന്നിടണം കേട്ടോ, വെളിയിൽ നിന്നുള്ള കാറ്റും ഒക്കെ കയറി വരണം. എനിക്ക് അങ്ങനെ തുറന്നിട്ടിരിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. റൂമിൻ്റെ ജനൽ കൂടി തുറന്നിട്ടാൽ അത്രയും സന്തോഷം. പിന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ തുറന്നിടാറില്ല കേട്ടോ. എനിക്കെന്തോ അങ്ങനെയൊക്കെയാണ്, ജനലൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നതിനോടൊന്നും ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ ഇപ്പം ചൂടും കൂടി ആയതുകൊണ്ട് പിന്നെ തുറന്നിട്ടുകൊണ്ടേ നിൽക്കുകയുള്ളൂ. പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ ദേ ചോറിൻ്റെ കലവും കൂടി കഴുകി കേട്ടോ. അപ്പോൾ ഇപ്പം ചോറിന് വെള്ളം കൂടി വെക്കാൻ പോയി. ഇന്ന് കുക്കറിലല്ല കേട്ടോ ചോറ് വെക്കുന്നത്, റേഷൻ അരി ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളയരി ചോറാന്നേ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് റേഷൻ അരിയുടെ വെള്ളയരി എന്ന് പറഞ്ഞാൽ. അതാകുമ്പോൾ കുക്കറിൽ ഇടേണ്ട കാര്യമില്ല, കലത്തിൽ വെച്ചാൽ മതി കേട്ടോ. കുക്കറിൽ വെച്ചാൽ അത് ചിലപ്പോൾ വെന്തങ്ങ് കുഴഞ്ഞു പോവും. കാര്യം വലിയ കുക്കറിൽ ഒറ്റ വിസിലടിക്കുമ്പോഴേ വേകുന്നതാണ്. അതും നമ്മുടെ ഈ സുരേഖ അരി, ജയ അരി അതൊക്കെ. അപ്പോൾ ഈ റേഷൻ അരി ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞെന്തായാലും പോകും. അതുകൊണ്ട് കലത്തിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഒരു 2-3 തിളയൊക്കെ തിളച്ചിട്ട് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അവിടെ നിന്ന് കറക്റ്റ് വെന്ത് പാകത്തിന് എടുക്കാം. അങ്ങനെ അരിയൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ പിന്നെ നേരെ മീൻ വെട്ടാൻ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും ഇരുന്ന് മീൻ വെട്ടാറില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ആ വാഷ് ബേസിൻ്റെ അവിടെ തന്നെ നിന്ന് മീൻ വെട്ടാനാണ് ഒരു വാക്ക്. പിന്നെ ചൂടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാതിലോട്ട് ഇറങ്ങിയിരുന്ന് മീനൊക്കെ അങ്ങ് വെട്ടി ഇതേ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ചോറും ഈ സമയത്തേക്ക് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൻ വെട്ടാൻ പോകുമ്പോഴത്തേക്കിന് തീ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് ഈ അടപ്പിൻ്റെ അടിയിലെ തവിയും കൂടി ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വെളിയിലോട്ടൊന്നും പോകത്തില്ല കേട്ടോ. അത് അവിടെ നിന്ന് അങ്ങ് വെന്തോളും. അപ്പോൾ റേഷനരി ആയതുകൊണ്ട് ഒരു വേവിട്ടൊക്കെ ഊറ്റണമെന്ന് പറയുമല്ലോ, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഊറ്റി ഒരുപാട് സമയം വെക്കല്ലേ കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറങ്ങ് കുഴഞ്ഞു പോകും. ഇച്ചിരി വെള്ളം ഊറി കഴിയുമ്പോഴത്തേക്കിനും എടുത്തങ്ങ് നൂത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം ചെയ്യാൻ പോയി, ഇന്ന് നേരത്തെ ഓർത്ത് കേട്ടോ. പച്ചരി വെള്ളത്തിൽ ഇടുന്നാല് എപ്പോഴും ഒരു 3 മണി സമയമാകുമ്പോഴായിരിക്കും ഓർത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 10 മണി കഴിയുമ്പോൾ ഞാൻ അരച്ച് വെക്കുന്നത്. ഇന്ന് പിന്നെ നേരത്തെ ഓർത്ത് കേട്ടോ. അങ്ങനെ അതേ രണ്ടും കൂടെ ഒരുമിച്ച് ആ വെള്ളത്തിൽ ഇട്ട് കുതിർത്തങ്ങ് വെക്കുവാണേ. ഇതിൻ്റെ കൂടെ ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.